നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ തന്നെ അക്കമിട്ട് കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും ശക്തമായ ഭാഷയിൽ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ MLA നിലമ്പൂർ ഗസ്റ്റ് ഹൗസിൽ വാർത്താസമ്മേളനം നടത്തിയത്. മുഖ്യമന്ത്രിയെ തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു വാർത്താസമ്മേളനം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ വിമർശനം വ്യക്തിപരമായും രാഷ്ട്രീയമായും അല്ലാതെയും ഒക്കെ തന്നെ ഉന്നയിച്ചു PV അൻവർ. ഈ വിവാദങ്ങൾക്കൊക്കെയിടെ ഞായറാഴ്ച നിലമ്പൂരിൽ അദ്ദേഹം പൊതുസമ്മേളനവും വിളിച്ചിട്ടുണ്ട്. MLA സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് അൻവർ നിലപാട് വ്യക്തമാക്കിയത്. പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കളുടെ പിന്തുണയുണ്ടെന്ന് വാർത്താസമ്മേളനത്തിൽ ആവർത്തിച്ച അൻവർ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് അഴിച്ചുവിട്ടത്. മുൻപെങ്ങും ഇല്ലാത്ത വിധമുള്ള ശക്തമായ വാക്കുകൾ കൊണ്ടാണ് മുഖ്യമന്ത്രിയെ PV അൻവർ MLA വിമർശിച്ചത്. പൂരം കലക്കിയ സംഭവത്തിലും കോടിയേരി ബാലകൃഷ്ണന്റെ വിലാപയാത്ര ഒഴിവാക്കിയതിലുമൊക്കെ തന്നെ അൻവർ അതിശക്തമായി തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതികരിച്ചു. BJPക്ക് സീറ്റ് വാങ്ങിക്കൊടുത്ത് കേന്ദ്ര സർക്കാരുമായി അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടത് ആരാണോ അവരാണ് പൂരം കലക്കിയത് അല്ലെങ്കിൽ കലക്കിച്ചത് എന്നാണ് അൻവർ പറഞ്ഞത്. കോടിയേരി ബാലകൃഷ്ണന്റെ വിലാപയാത്ര ഒഴിവാക്കിയതിൽ കണ്ണൂരിലെ സഖാക്കൾക്ക് ഇതിൽ വലിയ വേദനയുണ്ട്. മുഖ്യമന്ത്രിയും കുടുംബവും വിദേശയാത്രയ്ക്ക് പോയി. CPM പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇനി താൻ പങ്കെടുക്കില്ല എന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആഞ്ഞടിച്ച PV അൻവർ പിണറായി വിജയനെ കണ്ടത് തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ്, എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചു എന്നുമാണ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയി. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് താഴ്ന്നു. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള അർഹത ഇല്ലെന്നും അൻവർ പറഞ്ഞു. പാർട്ടിയിൽ അടിമത്തമാണ്, CPM-ൽ വ്യാപകമായ അടിമത്തമാണ് ഉണ്ടാകുന്നത്. 5 മിനിറ്റ് നേരമേ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചുള്ളൂ. ഉള്ളു തുറന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. എന്നാൽ നിസ്സഹായാവസ്ഥയാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. P ശശി എന്നത് കാട്ടുകള്ളനാണ്. ഈ കാട്ടുകള്ളനെ താഴെ ഇറക്കണമെന്ന് താൻ തീരുമാനിച്ചു. കത്തിജ്വലിച്ചു നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ആ സൂര്യൻ കെട്ടുപോയി. തെളിവ് നൽകിയിട്ടും വിജിലൻസ് അന്വേഷണത്തിന് 6 മാസമാണ് അജിത് കുമാറിനെതിരെ സമയം നൽകിയത്. സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യേണ്ട ആളാണ് അജിത് കുമാർ. എന്നാൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ 6 മാസം കൂടി സമയം നൽകുകയാണ് ചെയ്തത് എന്നും അൻവർ കുറ്റപ്പെടുത്തി. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ച രീതി തെറ്റായിപ്പോയി. തന്നെ കള്ളക്കടത്തുകാരുടെയും സ്വർണ്ണക്കടത്തുകാരുടെയും ആളായി മുഖ്യമന്ത്രി ചിത്രീകരിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കി. മുഖ്യമന്ത്രിയെ പാർട്ടിയും തിരുത്തിയില്ല എന്ന് അൻവർ കുറ്റപ്പെടുത്തി. കരിപ്പൂർ എയർപോർട്ട് സ്വർണ്ണക്കടത്ത് സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും അൻവർ ചോദിച്ചു. P ശശിയും ADGP അജിത് കുമാറും സുജിത് ദാസും ചേർന്ന് എത്ര സ്വർണം തട്ടിയെടുത്തു എന്ന് അന്വേഷിക്കണം. അതല്ല ADGP അജിത് കുമാർ എഴുതി കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഗതികേടിലാണോ മുഖ്യമന്ത്രി എന്നും അൻവർ ചോദിച്ചു. സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് എന്നാണ് അൻവറിൻ്റെ ആരോപണം. M ശിവശങ്കർ വിഷയം ഉൾപ്പെടെ അദ്ദേഹം ഉന്നയിച്ചു. മൂക്കിന് കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും പിണറായിക്ക് അറിയില്ല. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയനെന്നും അൻവർ പരിഹസിച്ചു. പിണറായി വിജയനെ മുന്നോട്ട് നയിക്കുന്നത് ഉപജാപക സംഘങ്ങളാണെന്നും താൻ MLA സ്ഥാനം രാജിവെക്കില്ല എന്നും അൻവർ പറഞ്ഞു. ജനങ്ങളാണ് തന്നെ തിരഞ്ഞെടുത്തത്. താൻ സ്വതന്ത്ര MLA ആണ്. തനിക്ക് LDF-ഉമായും CPM-ഉമായും ഇനിയൊരു ബന്ധവുമില്ല. തന്നെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അത് അവരോടുള്ള ബാധ്യതയാണ്. താൻ രാജിവെക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നും അൻവർ പറഞ്ഞു. പിതാവിൻ്റെ സ്ഥാനത്താണ് മുഖ്യമന്ത്രിയെ കണ്ടത്. അദ്ദേഹം ചതിച്ചു. ഉന്നതർക്ക് എന്ത് അഴിമതിയും നടത്താമെന്നതാണ് ഇപ്പോൾ കേരളത്തിലെ സ്ഥിതിയെന്നും അൻവർ ആരോപിച്ചു. CPM-ൽ അടിമത്തമാണ് നടക്കുന്നത്. മരുമകൻ PA മുഹമ്മദ് റിയാസിന് വേണ്ടിയാകാം ഇതെല്ലാം. പാർട്ടിയിൽ ഒരു റിയാസ് മാത്രം മതിയോ എന്നും അൻവർ ചോദിക്കുന്നു. ഇതിലൂടെ മന്ത്രി റിയാസിനെയും അൻവർ ലക്ഷ്യമിടുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് പോലും പാർട്ടിയിൽ രക്ഷയില്ല എന്നും അൻവർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയായി ഒരു നിമിഷം പോലും തുടരാൻ പിണറായി വിജയൻ അർഹതയില്ല എന്നും അദ്ദേഹത്തിൻ്റെ ശോഭ കെട്ടുപോയി എന്നും അൻവർ പറയുന്നു.